ഹലോ വെൽക്കം ബാക്ക് ടു പാലക്കാട് ഗുരുമിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പം ഞങ്ങൾ എവിടെ പോകാമെന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. നമ്മുടെ അല്ലിക്കുട്ടിയും തുമ്പിക്കുട്ടിയും ഏട്ടനൊക്കെ ആയിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. നമ്മുടെ നിധിക്കുട്ടിക്കും നമ്മുടെ അല്ലിക്കുട്ടിക്കും ആധാർ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പം നേരത്തെ ആധാറൊക്കെ നമുക്ക് മെല്ലെ എടുത്താൽ മതിയായിരുന്നു. ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വസുവിനും തെച്ചിനൊക്കെ ഞാൻ എടുത്തത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആധാർ 6 മാസത്തിന് മുന്നേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊടിയൊക്കെ മേടിക്കാൻ അംഗനവാടി ഇരുന്ന ഫുഡൊക്കെ കിട്ടണമെങ്കിൽ ആധാർ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള ആധാർ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അല്ലി എന്തായാലും വൈകി, പക്ഷേ അല്ലിക്ക് അങ്ങനെ ഫുഡ് തരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അന്നേരം ആധാർ എടുക്കണം നേരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലിക്കുട്ടിയും നമ്മുടെ നിധിക്കുട്ടിക്കും എടുക്കാൻ വേണ്ടി പോകണം. പിന്നെ ആധാർ അപ്ഡേറ്റും ചെയ്യണം. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണീൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ എന്താ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ കൊടുവായൂരാണ്, ഫെഡറൽ ബാങ്കിലായിരുന്നു ഈ അപ്ഡേഷൻ ആധാറിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം അവിടെ കയറി ചെന്നു. പക്ഷേ അവിടെ നിർത്തിയിട്ട് 1 വർഷമായി എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ വസുവിനും ദച്ചുവിനും എല്ലാവർക്കും അവിടെ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്ഡേഷനൊക്കെ ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു, അവിടെ ഇല്ല. അപ്പോൾ അവർ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ അടുത്തൊരു അക്ഷയയിൽ പോയി. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആധാർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ തേങ്കുറിശ്ശിയും വടവന്നൂർ അത് വിട്ട് ക്നാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ക്നാശ്ശേരിയാണ് ഞങ്ങൾ കൊടുവായൂരിന് എളുപ്പം. അപ്പോൾ ഞങ്ങൾ നേരെ ക്നാശ്ശേരിയിലുള്ള അക്ഷയ കേന്ദ്രത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആധാർ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഈ 3 സ്ഥലത്താണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എളുപ്പം ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊക്കെ തന്നെ ഓണമെന്നൊക്കെ ഇരിക്കുന്നത്, കുഞ്ഞിപ്പെട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ ഉണ്ടോ, നമ്മുടെ തുമ്പിക്കുട്ടിയുടെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ തുമ്പിക്കൊരു ഫസ്റ്റ് ഓണത്തിന് എടുത്തു കൊടുത്ത ഡ്രസ്സാണ് അത്. നമ്മുടെ കുടുംബ വീട്ടിലായിരുന്നു ഞാനപ്പം പുതിയ ഡ്രസ്സൊന്നും നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തുമ്പിക്കുട്ടിയുടെ നേരത്തെ ഡ്രസ്സൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ അതിട്ടിട്ടങ്ങ് വന്നു. അപ്പോൾ എന്താ നമ്മുടെ തുമ്പിക്കുട്ടി എപ്പോഴേ നിൽക്കുന്നില്ല, ഭയങ്കര ഓട്ടവും ചാട്ടമൊക്കെയാണ് ഗൈസ്. അപ്പോൾ എന്താ ഇതാണ് ക്നാശ്ശേരിയിലുള്ള അക്ഷയ. അപ്പോൾ എല്ലാവരും എന്താ ഭയങ്കര ബിസിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ ഇതിട്ടപ്പോൾ എനിക്കൊരു ശരിക്കൊരു ബൊമ്മക്കുട്ടീനെ പോലെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഇറക്കമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആധാറിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാനവിടെ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഈ ആധാർ എടുക്കുന്ന ആ കുട്ടി നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കണ്ടത് നമ്മൾ മനസ്സിലായി. അപ്പം എല്ലാം നമുക്ക് സമാധാനത്തോടെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അമ്മനെ അവിടെ നിർത്തിയതാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എപ്പോഴും തല താത്തിയിട്ടാണ് നിൽക്കുന്നത്. തല അങ്ങനെ ഉയർത്തായാലും ഉറച്ചിട്ടില്ല, അത്ര തല പൊക്കുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പൊക്കിയൊക്കെ പിടിച്ചു ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം എടുക്കേണ്ടി വന്നു. എന്നിട്ടാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോ കിട്ടിയത്. അപ്പോൾ എന്തായാലും 5 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് അപ്ഡേഷൻ ചെയ്യണം. അപ്പം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ ആധാറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞത് നമ്മുടെ അല്ലി ബേബിനെ ഇരുത്തി. അല്ലി ബേബി നോക്കാൻ പറയുമ്പോൾ ഫോട്ടോയ്ക്കൊന്നും അല്ലി ബേബി നോക്കുന്നില്ല. പിന്നെ ഒരുവിധമൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തി കുറേ മൊബൈലൊക്കെ ഫ്രണ്ടിൽ നിന്നൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് നമ്മുടെ അല്ലി ബേബി ഫോട്ടോ എടുക്കാനൊക്കെ ഇരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ, അമ്മ, ഏട്ടൻ എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലി ബേബി ഇങ്ങനെ അന്നം വിട്ടിട്ടൊക്കെ നോക്കുകയാണ് ഗൈസ്. അപ്പോൾ അല്ലി ബേബിയുടെയും കുറച്ച് ബുദ്ധിമുട്ടി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ആധാർ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ തമ്പാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ഇത് ഏട്ടനാണ് നമ്മൾ വെക്കുന്നത്. ഞാൻ കുഞ്ഞിപ്പെണ്ണ് ഞാൻ വെച്ചു, നമ്മുടെ അല്ലിക്കുട്ടിയുടെ ഏട്ടൻ വെച്ചു. അപ്പോൾ ഈ തുമ്പിക്കുട്ടി അവിടെയുള്ളവരായിട്ടൊക്കെ കമ്പനിയായി ചോക്ലേറ്റൊക്കെ കൊടുത്തൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമായിട്ടോ. കറക്റ്റ് ആധാറൊക്കെ എടുത്തു കഴിഞ്ഞത് ആൾ അവിടെ നല്ല ഉറക്കമാണ്. അപ്പോൾ തുമ്പിക്കുട്ടി ആൻറ്റി എൻ്റെയും കൂടി വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വായിൽ അവർ കൊടുത്ത് മിഠായിയൊക്കെ ഇട്ടിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ തുമ്പിക്കുട്ടി എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. ഒരേ ബഹളമായിരുന്നു അവിടെ, ഭയങ്കര സൗണ്ടാണ്. ഓരോടെ പോയി കഴിഞ്ഞാൽ അടങ്ങി ഒന്നും ഇരിക്കുന്നില്ല, കുറുമ്പത്തി കുട്ടിയാണ്. അപ്പോൾ അവരെ കുറേ സംസാരിക്കുക, ചോക്ലേറ്റൊക്കെ കൊടുത്തു. അത് നമ്മുടെ നിധി ബേബി ഇതാ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞങ്ങൾ നേരെ തിരികെ ഇനി വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു ഉടുപ്പ് തുമ്പിക്കുട്ടിയുടെ ഉടുപ്പാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇട്ടപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ വീഡിയോ കാണാം.
വാസു നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞു പെണ്ണ് നീന്തി വാസുവേട്ടൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ചെറുതായിട്ട്. കേട്ടോ, അതെവിടെ കിടത്തിയതാണ്. നീന്തി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീന്താനൊന്നും ആയില്ല. നിധി നിധിക്കുട്ടി, നിധിക്കുട്ടിയേ, ഇവിടെ 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 വന്നെത്തി. ഇവിടെ ഏട്ടൻ്റെ ഇവിടെ എത്തിയാ? നിധി, ഏട്ടനെ തേച്ചാൻ പറ. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഏട്ട ഏച്ചി പറയും. ഏട്ടാ, വല്യേട്ടാ, നിധി, നിധിക്കുട്ടി, നിധിക്കുട്ടി,
അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ആധാർ നിങ്ങളുടെ മക്കൾക്ക് എപ്പോഴും എടുക്കുന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.